ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോവുക, തല്ലിച്ചതച്ചും പച്ചമാംസം വെട്ടിയെരിഞ്ഞും കൊല്ലുക, ലഹരിയുടെ ഉന്മത്താവസ്ഥയിൽ നമ്മുടെ യുവത്വം ചെയ്ത ക്രൂരകൃത്യം. എങ്ങനെയാണ് നമ്മുടെ യുവത്വം ഇത്തരത്തിൽ ലഹരിക്കടിമപ്പെടുന്നത്? അടിയന്തരമായി പരിശോധിക്കേണ്ട വിഷയമാണ്. ഈ വിഷയം പരിശോധിക്കുന്നു ഈ ആഴ്ച നേർക്കണ്ണ്. ക്രൂരമായ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ മാത്രം ചർച്ചയാവുകയും പോലീസ് എക്സൈസ് ഇടപെടലുകൾ നടക്കുകയും ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനങ്ങൾ. ഇന്ന് സംസ്ഥാനത്ത് സുലഭമായി ലഭിക്കുന്ന ഒന്നായി കഞ്ചാവും ഹാഷിഷും സിന്തറ്റിക് ഡ്രഗ്സും LSDയും എല്ലാം. ഇതിന് അടിമപ്പെട്ടിരിക്കുന്നത് യുവാക്കൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ വരെയാണ്. ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്കെത്തുന്നവരുടെ എണ്ണം ദിവസവും വർദ്ധിക്കുകയാണ്. തിരുവനന്തപുരത്തെ കണക്ക് നോക്കിയാൽ എക്സൈസിന്റെ ലഹരി വിമോചന കേന്ദ്രത്തിൽ കഴിഞ്ഞ 7 മാസങ്ങൾക്കിടയിൽ കൗൺസിലിംഗിനായി എത്തിയത് 132 വിദ്യാർത്ഥികളാണ്. അതും 13 മുതൽ 23 വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾ. ഇതുകൂടാതെ മറ്റ് ലഹരി വിമുക്ത കേന്ദ്രങ്ങളിലെ കണക്കുകൂടി പരിശോധിച്ചാൽ നമ്മുടെ തലസ്ഥാനത്തെ 30% പേരും പല വിധത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുന്നവരാണെന്ന ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാകും. വീര്യമേറിയ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് തികച്ചും മാനസിക നില തെറ്റിയവരായി മാറിയിരിക്കുകയാണ് നമ്മുടെ യുവാക്കളിൽ പലരും. ലഹരിയിൽ എന്ത് ക്രൂരതയും ചെയ്യാവുന്ന തരത്തിലേക്ക് മാറിപ്പോയിരിക്കുന്നു ഇവരിൽ പലരും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന കൊലപാതകത്തിന്റെ വിവരങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഇത് മനസ്സിലാകും. ലഹരിയുടെ ഉന്മത്താവസ്ഥയിൽ 3 വർഷത്തോളമാണ് അനന്തു എന്ന ചെറുപ്പക്കാരനെ പ്രതികൾ ക്രൂരമായി പീഡിപ്പിച്ചത്. ശരീരം മുഴുവൻ തല്ലിച്ചതച്ച ശേഷം ശരീരത്തിലെ മാംസവും ഞരമ്പും മുറിച്ചുമാറ്റി രക്തം വാർന്നു മരിക്കുന്നത് കണ്ടു നിൽക്കുക, ഒപ്പം അത് ചിത്രീകരിച്ച് മൊബൈലിൽ പ്രചരിപ്പിക്കുക. എന്ത് മാനസികാവസ്ഥയിലാണ് യുവാക്കളെ ലഹരി എത്തിച്ചു എന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. സിന്തറ്റിക് ഡ്രഗുകളാണ് ഇത്തരം മാനസികാവസ്ഥയിൽ എത്തിക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. രക്ഷിതാക്കളുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട വിഷയമാണിത്. കാരണം ലഹരിക്കടിമപ്പെട്ട ഭൂരിഭാഗം കൗമാരക്കാരുടെയും വീടുകളിൽ അസ്വാരസ്യമുണ്ടെന്നാണ് പഠന റിപ്പോർട്ട്. തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളുടെ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് തന്നെയാണ്. ലഹരി ഉപയോഗിക്കുന്നവരുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ പലരുടെയും വീടുകളിലെ അസ്വാരസ്യം വ്യക്തമാകും. കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾ കുട്ടികളെ ലഹരിയുടെ വഴിയിലേക്ക് നയിക്കുന്നു എന്ന് വ്യക്തം. തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് രക്ഷിതാക്കൾ കുതിക്കുമ്പോൾ കുട്ടികൾ അവരുടെ ലോകത്ത് ഒറ്റയ്ക്കാവും. ഈ സന്ദർഭത്തിലാണ് പല കുട്ടികളും ചില മോശം കൂട്ടുകെട്ടുകളിൽ പെടുന്നത്. ഇത് ചിലപ്പോൾ സ്കൂൾ ജീവനക്കാരോ സ്ഥിരമായി യാത്ര ചെയ്യുന്ന വാഹനത്തിലെ ജീവനക്കാരോ എന്തിന് വീട്ടുജോലിക്കാരോ വരെയാകാം. ഇങ്ങനെയാണ് പലരും ലഹരിയുടെ വഴിയിലേക്കെത്തുക. രക്ഷിതാക്കൾ ഇക്കാര്യങ്ങൾ അറിയുന്നത് കുട്ടികൾ തികച്ചും ലഹരിക്ക് അടിമപ്പെട്ട് മാനസിക നില തെറ്റിയതിനു ശേഷമാകും. കുട്ടിക്കാലത്തുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും കുട്ടികളെ ചിലപ്പോഴെങ്കിലും ലഹരിയുടെ ലോകത്തെത്തിക്കാം. ഇതോടൊപ്പം തന്നെ കുട്ടികൾക്ക് നൽകുന്ന അമിത ലാളനയും സ്വാതന്ത്ര്യവും വഴിതെറ്റലിന് കാരണമാകാം. വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ്. അല്പസമയം കുട്ടികളോടൊപ്പം ചിലവഴിക്കാൻ സമയം കണ്ടെത്തുക, അവരെ പൂർണ്ണമായും അറിയാൻ ശ്രമിക്കുക. Drug abuse is more of a social problem where the society should take part in it. ഇപ്പോൾ നമ്മുടെ അടുത്ത സമയത്ത് ഒരുപാട് അങ്ങനെ വാർത്ത കേൾക്കാറുണ്ട്. മർഡർ ഉണ്ടായി, അതിന് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ഡ്രഗ് അബ്യൂസിന് കണക്ഷൻസ് ഉണ്ട്. അത്ര കേട്ടെന്ന് പറയും all the people who are listening. നമ്മുടെ then also we never think that അങ്ങനെയുള്ള ഡ്രഗ് അബ്യൂസ് നമ്മുടെ കുട്ടിക്ക് സംഭവിക്കും. whether my son, my daughter or my children are they involved in any kind of a drug abuse. സോ അങ്ങനെ ഒരു സാധാരണ നമുക്ക് ചിന്ത വരാറില്ല. ഈ പാരൻസ് ആയാലും രക്ഷിതാക്കളായാലും അങ്ങനെ ചിന്ത നമ്മുടെ വാർത്ത കാണും, പക്ഷെ നമുക്ക് ഒരു വി ഡോണ്ട് തിങ്ക് ഓഫ്
വന്നാൽ ഓൾസോ നമ്മൾ അതിനെപ്പറ്റി എന്ത് ചെയ്യുന്നത് അതിനെപ്പറ്റി ഓൾസോ ഒരു കോൺക്രീറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ എല്ലാ പാരൻസ് ആർ സഫറിങ് ഫ്രം നോട്ട് മൈ കിഡ് സിൻഡ്രോം. ആ നോട്ട് മൈ കിഡ് സിൻഡ്രോം പറഞ്ഞാൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ എൻ്റെ കുട്ടി എതിരെ ആവത്തില്ല, അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. പക്ഷേ എനിക്ക് എല്ലാ പാരൻസിനോട് പറയാനുണ്ട് ദാറ്റ് എവറി പാരൻസ് ഷുഡ് ഒരു കുറച്ച് ശ്രദ്ധിച്ചാൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു വാർണിംഗ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാവും. ആ ബിഹേവിയർ ചേഞ്ചസ് ആയാലും റിഡക്ഷൻ ഓഫ് ദ ഗ്രേഡ്സ് ആയാലും അല്ലെങ്കിൽ സഡൻ ചേഞ്ച് ഇൻ ഹിസ് ഫ്രണ്ട്ഷിപ്പ് ബിഹേവിയർ സ്ലീപ്പിംഗ് പാറ്റേൺസ്, അങ്ങനെ ഒരു ചെറിയ ചെറിയ നിസ്സാര കാരണമുണ്ട്. അങ്ങനെയുള്ള വാർണിംഗ് സൈൻസ് സിംറ്റംസ് നമ്മൾ ശ്രദ്ധിച്ചാൽ we should take a proactive actions so that you can identify and your child can be saved. മയക്കുമരുന്ന് മാഫിയയുടെ ഇരകളാകുന്നതിൽ അധികവും വിദ്യാർത്ഥികളാണ്. അത് കോളേജ് വിദ്യാർത്ഥികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ വരെയുണ്ട്. ലഹരി ഉപയോഗത്തിൽ തുടങ്ങി കച്ചവടത്തിൽ വരെ ഈ വിദ്യാർത്ഥികളെയാണ് ഈ മാഫിയകൾ ഉപയോഗിക്കുന്നത്. കഞ്ചാവും LSDയും തുടങ്ങി എല്ലാ ലഹരി വസ്തുക്കളും ലഭിക്കുന്നത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾക്ക് സമീപത്താണ് എന്നത് ഏറെ ഗൗരവത്തോടെ പരിശോധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ കുട്ടികളെ ഈ മാഫിയകൾ എങ്ങനെയും വലയിൽ വീഴ്ത്താനായി പതിയിരിക്കുകയാണ്. ലഹരിയുടെ വഴിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവയുടെ വിപണനത്തിനും ഇവരെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കൾ കടത്തുന്നതിനും വിദ്യാർത്ഥികളെ തന്നെയാണ് ഇത്തരം മാഫിയകൾ ഉപയോഗിക്കുക. തേനിയിലെയും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലെയും കഞ്ചാവ് മൊത്ത വിതരണക്കാരിൽ നിന്ന് സംസ്ഥാനത്തേക്ക് ലഹരി എത്തിക്കുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സംഘമാണ്. ഇതിനാവശ്യമായ വാഹനങ്ങൾ, പണം എന്നിവ മാഫിയകൾ നൽകും. ഒപ്പം എത്തിക്കുന്ന കഞ്ചാവിന് തുല്യമായ പണവും. ഈ വഴിയിൽ നിരവധി വിദ്യാർത്ഥികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് തലസ്ഥാനത്തെ 2 പ്രമുഖ കോളേജിലെ PTA ഭാരവാഹികൾ പോലീസിന് നൽകിയ പരാതിയാണ്. ഇതിൽ വ്യക്തമാക്കുന്നത് കോളേജിന് സമീപത്തെ ഒരു പെട്ടിക്കടയിൽ നടക്കുന്ന ലഹരി വിൽപ്പനയെക്കുറിച്ചാണ്. ഇതിന് നേതൃത്വം നൽകുന്നതാകട്ടെ നിരവധി കേസുകളിൽ പ്രതിയായ ഒരു പ്രാദേശിക ഗുണ്ടയും. ഈ പരാതിയിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ്. We have made a special arrangement for tackling this drug abuse. That is tackled in 2 aspects. One, to take an action against the supply side of the drug abuse. രണ്ടാമത്തെ to tackle on the demand side. ഈ സപ്ലൈ സൈഡിൽ again we have listed out all the drug peddlers of the city. It is about 150 drug peddlers നമുക്ക് previously involved ആയ കേസസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. We will be definitely checking on those people. രണ്ടാമത് we are actually targeting those input the areas in which the drugs coming, like from which all locations these drugs are coming into the city. Whether train ayal, whether it is buses ayal, or whatever means. So we will be having a border sealing exercises. Adu onnu. Rendamathu police stations limit we will be intensifying more action against the drug peddlers and detect more cases. ലഹരിക്കടിമപ്പെടുന്ന യുവാക്കളിൽ പലരും കൗതുകത്തിനാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നീട് ഇത് ഉപേക്ഷിക്കാനാവാത്ത സ്ഥിതിയിലായി. മദ്യം ഉപേക്ഷിച്ച് കഞ്ചാവും അതിലും വീര്യമേറിയ LSD സ്റ്റാമ്പുകളും മറ്റു മയക്കുമരുന്നുകളും ഇന്ന് പലരുടെയും ശീലമായി കഴിഞ്ഞു. ഇവ യഥേഷ്ടം ലഭ്യമാകുന്ന അവസ്ഥയായി എന്ന് പറയുന്നതാകും ശരി. എവിടെയാണോ ഇരിക്കുന്നത് നിങ്ങൾ? ഇത്ര പേരേ ഉള്ളൂ അതോ ഇനി വരാനുണ്ടോ ആരെങ്കിലും ഒക്കെ? വരൂ. എത്ര വയസ്സ് എത്രയുണ്ട്? 21. എനക്കോ 21. എത്രയാ? 22. എവിടെയാ പഠിക്കുന്നത് നിങ്ങളൊക്കെ? തിരുവനന്തപുരത്ത്. കോളേജിൽ തന്നെയാണോ എല്ലാവരും? എന്നോട്ടാണ് ഇതൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയത്? എത്ര വർഷം? 4-5 വർഷമായി. ആദ്യമായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ആരെങ്കിലും കണ്ടുപഠിച്ചതാണോ അതോ എങ്ങനെയാണ് കണ്ടത്? ഈ ഉപയോഗിക്കണമെന്ന്, ഈ ലഹരി അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കണമെന്നൊക്കെ തോന്നി എങ്ങനെയാണ്? ഇതുകൂടാതെ മരുന്നുകളിലും ലഹരി കണ്ടെത്തുകയാണ് ഇവത്വം. ചുമയ്ക്ക് കഴിക്കുന്ന കപ്പ് സിറപ്പുകളിലും ക്യാപ്സൂളുകളിലും വരെ ലഹരി കണ്ടെത്തുന്നു. ചിലവ് കുറവെന്നതും വീടിനുള്ളിലോ വിദ്യാലയങ്ങളിലോ ഉപയോഗിക്കാമെന്നതും ഇതിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നുണ്ട്. ഇതോടൊപ്പം വേദന സംഹാരികളും ലഹരിക്കായി ഉപയോഗിക്കുന്നു. ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ലഭ്യമാകേണ്ട ഈ വീര്യമേറിയ വേദന സംഹാരികൾ ഇന്ന് സുലഭമായി എത്തിക്കാൻ പ്രവർത്തിക്കുന്ന വൻ മാഫിയ സംഘങ്ങളുണ്ട്. സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപമാണ് ഇത്തരക്കാരുടെ വിഹാര കേന്ദ്രങ്ങളും.
മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും അനധികൃതമായി ഇത്തരം മരുന്നുകൾ വിൽക്കുന്നത് തടയാൻ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും എക്സൈസും സംയുക്ത പരിശോധനകൾ നടത്താറുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഇത് ഫലവത്തായില്ല എന്നത് യാഥാർത്ഥ്യവും. മരുന്നുകളുടെ ലേബൽ നശിപ്പിച്ചും ബാർകോഡ്, ബാച്ച് നമ്പർ എന്നിവ നശിപ്പിച്ചും ഇവ ഇപ്പോഴും മാഫിയകളുടെ കയ്യിലെത്തുന്നുണ്ട്. അതവർ നിർബാധം വിറ്റഴിക്കുന്നുമുണ്ട്. ഇത്തരം സൈക്കോട്രോപിക് മരുന്നുകൾ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലെത്തുന്നത്. അതിന് ഇടനിലക്കാരാകുന്നത് അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ഫാർമസി ഏജൻസികളിലെ ചില ജീവനക്കാരും. ഇവരിൽ നിന്ന് മരുന്നുകൾ വാങ്ങി നഗരങ്ങളിൽ എത്തിക്കുകയാണ് ഇവരുടെ പ്രവർത്തന രീതി. 10 ഗുളികളുള്ള ഒരു സ്ട്രിപ്പിന് 7 രൂപ മുതൽ 20 രൂപ വരെയാണ് വില. എന്നാൽ ഇത് ലഹരി ആവശ്യക്കാരിലേക്ക് എത്തുമ്പോൾ ഗുളിക ഒന്നിന് 100 രൂപ വരെയാകും. ലഹരിക്കായി പണം കണ്ടെത്താൻ വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ മാഫിയയുടെ ഇടനിലക്കാരാകുന്നതും. നമ്മുടെ കോളേജുകളിലെ പല വിദ്യാർത്ഥിനികളും ഇത്തരം മരുന്നുകളുടെ അടിമകളായി കഴിഞ്ഞു. ഒരു വാട്സാപ്പ് സന്ദേശം അയച്ചാൽ ലഹരിക്കുള്ള മരുന്ന് കൈവശമെത്തും. എവിടെ വെച്ചും ഉപയോഗിക്കാം. ഒരു തവണ ഉപയോഗിച്ചാൽ 2 ദിവസം വരെ അതിന്റെ ലഹരി നിലനിൽക്കുകയും ചെയ്യും. ഇതാണ് യുവാക്കളെ ഇതിലേക്ക് എത്തിക്കുന്നത്. ഈ അലോപ്പതി മരുന്നുകളിൽ ഒന്ന് ഈ അവൈലബിലിറ്റിയാണ് പ്രശ്നം. അവൈലബിലിറ്റിയിൽ കുട്ടികൾ കിട്ടാനായിട്ട് പഴയ പോലെയല്ല, കൂടുതൽ സാധ്യതകൾ ഇപ്പോൾ ഓൺലൈനായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പലപ്പോഴും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ബസ്സുകളൊക്കെ ദിവസവും ബസ്സുകൾ വരികയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ വേണമെങ്കിൽ ഫ്രണ്ട്സ് മുഖേന അല്ലെങ്കിൽ കാരിയേഴ്സ് വഴി വരുന്നു. പലപ്പോഴും മരുന്നിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ ഉപയോഗിക്കാനുള്ള എളുപ്പം, കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ട്. മറ്റുള്ള ലഹരികൾ ഇപ്പോൾ ഒരാൾ ഈ കഞ്ചാവ് മറ്റോ വലിക്കുകയാണെങ്കിൽ അതിൻ്റെ മണം ആ റൂമിലൊക്കെ തന്നെ ഉണ്ടാകും. അല്ലെങ്കിൽ മദ്യം കഴിക്കുകയാണെങ്കിൽ അതിനുള്ള മേടിക്കാനും ഉപയോഗിക്കാനും. പക്ഷേ മരുന്നുകളെ സംബന്ധിച്ചാകുമ്പോൾ ഇതൊരു ഗുളിക രൂപത്തിലേക്കാകുമ്പോൾ വളരെ എളുപ്പമാണ്. ഇത് നിരോധിക്കുക എന്നുള്ളത് നമുക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ജെനുവിനായിട്ടുള്ള ഉപയോഗിക്കുന്ന ധാരാളം ആളുകളുണ്ടാകും, അവർക്ക് കിട്ടാതെ വരും. രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ നമ്മുടെ പൊതുവെയുള്ള മറ്റ് വീട്ടിലുള്ളവരുടെ ഒരു ബോധവൽക്കരണം മാത്രമേ ഉള്ളൂ. കുട്ടികളുടെ ഇടയ്ക്കിടയ്ക്ക് റൂമുകളിൽ ശ്രദ്ധിക്കുക, അവരുടെ ബാഗിൽ ശ്രദ്ധിക്കുക. നിശ്ചയമായിട്ടും ഇങ്ങനെയുള്ള മരുന്ന് വയ്ക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിന് ചെറിയ ചേഞ്ചുകളുണ്ടാകും. നോർമലി പ്രത്യേകിച്ച് കളിക്കാൻ പോണത് കുറയുക, അല്ലെങ്കിൽ സംസാരം കുറയുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. മിക്കവാറും അവർ റൂമിൽ അടച്ചിരിക്കുക, വെറുതെ കിടന്നുറങ്ങുക, ക്ഷീണമാണെന്ന് പറയുക. ഇങ്ങനെയൊക്കെയുള്ളൊരു നോർമലി ഒരു 15-18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സുള്ള കുട്ടികൾ കാണിക്കുന്ന കുറേ ആക്ടിവിറ്റീസ് എല്ലാം മാറുന്നു. അത് കാണുമ്പോൾ രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ ഇവർക്ക് ഇതിൻ്റെ ഞങ്ങളുടെ ഭാഗത്തും ധാരാളം ഇതുപോലെ അവയർനെസ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ പരിമിതികളുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ കൂടുതലും ഈ മെഡിക്കൽ ഷോപ്പുകളും അതുമായി ബന്ധപ്പെട്ട ഫാർമസിസ്റ്റുകൾക്കാണ് കൊടുക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പഠിച്ചിറങ്ങിയ സമയത്തുള്ള മരുന്നല്ല പലപ്പോഴും പുതിയതായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മരുന്നിൽ ഇങ്ങനെയൊക്കെ എഫക്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മരുന്നിൻ്റെ പേരെഴുതി പറയാൻ പറ്റില്ല. കാരണം അത് കഴിഞ്ഞാൽ അത് പബ്ലിസിറ്റിയായി മാറും. ഇന്ന മരുന്നുകൾ അതാണ് വേറെ പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങളൊന്നും പറയാൻ പറ്റും. അതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവയർനെസ് നടത്തുന്നുണ്ട് നമ്മൾ സ്കൂളുകളിലും പിന്നെ റെസിഡൻസ് അസോസിയേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. പക്ഷേ വീട്ടിലുള്ളവർ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ശാശ്വതമായിട്ടുള്ളൊരു കാര്യങ്ങൾ. അവരുടെ സ്വഭാവത്തിൻ്റെ വ്യത്യാസം വരുമ്പോഴത്തേക്കൊക്കെ നോക്കുക എന്നുള്ളതിൽ. ഓൺലൈനായുള്ള ലഹരി മരുന്നുകളുടെ വിൽപ്പനയും ഇപ്പോഴും തകൃതിയായി നടക്കുകയാണ്. സിന്തറ്റിക് ഡ്രഗ്സുകളായാലും ലഹരിക്കായി ഉപയോഗിക്കുന്ന വേദന സംഹാരികളായാലും ഇന്റർനെറ്റിലെ ഡാർക്ക് നൈറ്റിൽ പരതിയാൽ ലഭ്യമാകുന്ന അവസ്ഥയാണ്. ഇത് തടയാനുള്ള ഫലപ്രദമായ നടപടികൾ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഉപയോഗിച്ചു തുടങ്ങുന്നവരെ എക്കാലവും അടിമകളാക്കുന്നവയാണ് ഇത്തരം സിന്തറ്റിക് ഡ്രഗുകൾ. അവയാണ് ഇത്തരം സൈറ്റുകൾ ഓർഡർ ചെയ്താൽ പാഴ്സലായി കൈകളിലെത്തുന്നത്. ഇതിനെല്ലാം തന്നെ ഒരു ശാസ്ത്രീയമായ ഒരു ഉപയോഗമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ആവശ്യമില്ലാത്തതാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു ഉറങ്ങാൻ കൊടുക്കുന്ന മരുന്ന്, അല്ലെങ്കിൽ ചില വേറെ പ്രത്യേക രീതിയിലുള്ള മാനസിക വിഭ്രാന്തി കൊടുക്കുന്ന ആ അസുഖമുള്ള ആൾക്കാണ്. അല്ലാത്ത ആളുകൾ ഏതൊക്കെ രീതി പെരുമാറുന്നുള്ളതിനെപ്പറ്റി പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം നോർമലായിട്ടുള്ള ആൾ ഇത് കഴിക്കുമ്പോൾ അവൻ സമൂഹത്തിൽ പെരുമാറുന്ന പല രീതിയിലായിരിക്കും. അവന് ചില സമയത്ത് കൂടെ പഠിക്കുന്ന കുട്ടിയാണോ, ഇവരമ്മയാണോ, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള മാറ്റങ്ങൾ വരെ സംഭവിക്കാം. കാരണം അവനൊരു നോർമൽ മനുഷ്യനല്ലല്ലോ. അതാണൊരു പ്രശ്നം. പിന്നെ ഇതിനകത്തേക്ക് വരുന്നത് ഇങ്ങനത്തെ പല മരുന്നുകളും അഡിക്ഷൻ വരികയാണ്. ഇത് പിന്നെയും വേണം തോന്നും. ആ വേണം തോന്നുമ്പോൾ പൈസ വേണം തോന്നും. ആ പൈസ വേണം തോന്നുമ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഏത് രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റിയിലും ഇടപെടാൻ നോക്കുക. ചിലപ്പോൾ പൈസ മോഷ്ടിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം മോഷ്ടിച്ച് വിൽക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടാണെങ്കിലും ആ പൈസ കെടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. നോർമലി അയാൾ പെരുമാറാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആ പ്രായത്തിൻ്റെ അതും കൂടി ഉള്ളത് വരുമ്പോഴത്തേക്കും അത് വലിയൊരു പ്രശ്നമാണ്. സമൂഹത്തിന് ഭയങ്കരമായൊരു വിപത്തിലേക്ക് കൊണ്ടുപോകും. ഇതോടൊപ്പം തന്നെ വിൽപ്പനയ്ക്ക് കർശന നിയന്ത്രണങ്ങളുള്ള സൈക്കോട്രോപിക് മരുന്നുകളും ഓൺലൈനിൽ ലഭ്യമാണ്. ഡോക്ടറുടെ കുറിപ്പടി അപ്ലോഡ് ചെയ്താൽ ഈ മരുന്നുകൾ നിർബാധം ലഭ്യമാകും. ഈ അപ്ലോഡ് ചെയ്യുന്ന പ്രിസ്ക്രിപ്ഷനുകളുടെ ആധികാരികത ആരും പരിശോധിക്കാറില്ല. സ്വന്തമായി ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി അപ്ലോഡ് ചെയ്താലും മരുന്ന് ലഭിക്കുമെന്ന് സാരം. ഓൺലൈൻ ഫാർമസി ലൈസൻസ് ലഭിച്ച ചില അന്യസംസ്ഥാന ഏജൻസികളാണ് ഇത്തരത്തിൽ മരുന്ന് വിൽപ്പനകൾ നടത്തുന്നത്.
ഓൺലൈൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫാർമസി ലെവലൊന്നും ശരിയായ രീതിയിൽ സർക്കാർ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ ധാരാളം രീതിയിൽ ഈ സാധനം അവൈലബിൾ ആണ് തന്നെ. പക്ഷേ ഇതുവരെയായിട്ടും അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കടകളും ഗോഡൗണുകളൊന്നും നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ ധാരാളമായിട്ട് ഇപ്പോൾ ഞമ്മളെ ലോകം ചെറുതായി വരികയാണ്. അപ്പോൾ അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലഹരി മാഫിയയ്ക്കെതിരായ പോലീസ് നടപടികൾ എപ്പോഴും വാർത്തയാകാറുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം ഫലവത്തായി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ആവശ്യം നമ്മുടെ സഹകരണമാണ്. തിരുവനന്തപുരത്ത് യുവാവിന്റെ കൊലപാതകത്തെ തുടർന്ന് ഇപ്പോൾ പോലീസും എക്സൈസും സജീവമായ പരിശോധനയിലാണ്. ഓപ്പറേഷൻ ബോൾട്ട് എന്ന പേരിൽ തിരുവനന്തപുരത്ത് മാഫിയ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. ഇത്തരം പ്രവർത്തനങ്ങൾ സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിച്ചാൽ ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങളെ അല്പമെങ്കിലും ചെറുക്കാൻ കഴിയും. എന്നാൽ അതിന് ആത്മാർത്ഥമായ പ്രവർത്തനം ഉറപ്പാക്കാൻ കഴിയണം. അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ നടന്ന മറ്റ് ഓപ്പറേഷനുകൾ പോലെ നനഞ്ഞ പടക്കമായി ഇതും മാറും. അതോടൊപ്പം ഇത്തരം കേസുകളിൽ അറസ്റ്റിലാകുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുകയും വേണം. അതിന് അന്വേഷണ ഉദ്യോഗസ്ഥരും സർക്കാർ അഭിഭാഷകരും കോടതിയിൽ ശക്തമായ തെളിവുകൾ എത്തിച്ചേ മതിയാകൂ. എവിടെയെങ്കിലും ഒന്നയഞ്ഞാൽ പ്രതികൾ രക്ഷപ്പെടുകയും വീണ്ടും ഇതേ പ്രവർത്തനങ്ങളുമായി സമൂഹത്തിൽ തുടരുകയും ചെയ്യും. ലഹരിക്ക് അടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അപര്യാപ്തമാണ്. കൗൺസിലിംഗിലൂടെയും ചികിത്സയിലൂടെയും ഇവരെ നമുക്ക് തിരികെ കൊണ്ടുവരാം. അതിനായി ആവശ്യം കൗൺസിലിംഗ് സെന്ററുകളും ചികിത്സാ കേന്ദ്രങ്ങളും സജ്ജീകരിക്കലാണ്. അതുപോലെ മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടുന്ന പ്രതികളെയും കൗൺസിലിംഗിന് വിധേയമാക്കണം. അല്ലാതെ മറ്റു ക്രിമിനലുകൾക്കൊപ്പം ജയിലിൽ പാർപ്പിച്ച ക്രിമിനൽ സംഘങ്ങൾ രൂപീകരിക്കാൻ അവസരം നൽകരുത്. പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ, നേർക്കണ്ണ്, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9946108174.